ഇടുക്കി ഡാമിൻ്റെ റിസർവോയർ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജലസംഭരണികളിൽ ഒന്നാണ്. ഇടുക്കി, ചെറുതോണി, കുളമാവ് എന്നീ അണക്കെട്ടുകളുടെ നിർമ്മാണത്തോടെയാണ് ഈ തടാകം രൂപം കൊണ്ടത്. അറുപത് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ ഇത് വ്യാപിച്ചു കിടക്കുന്നു. ഇതിനു ചുറ്റുമുള്ള വനമേഖല ഇടുക്കി വന്യജീവി സംരക്ഷണ കേന്ദ്രം എന്ന് അറിയപ്പെടുന്നു. ഇടുക്കി റിസർവോയറിൻ്റെ തെക്കേ അറ്റത്താണ് അഞ്ചുരുളി. ഇരട്ടയാർ ഡാമിൽ നിന്ന് അഞ്ചുരുളിയിലേക്ക് വെള്ളം കൊണ്ടുവരുന്ന ടണലാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. ടണലിനോട് ചേർന്നുള്ള വെള്ളച്ചാട്ടവും ജലാശയത്തിന് ചുറ്റുമുള്ള കാനന ഭംഗിയും കല്യാണത്തണ്ട് മലനിരകളും വിനോദസഞ്ചാരികളുടെ മനം കുളിർപ്പിക്കുന്ന കാഴ്ചകളാണ്. പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമായ അഞ്ചുരുളി ജൈവ വൈവിധ്യത്തിൻ്റെ കലവറയാണ്. ഇടുക്കി തടാകവും പരിസര പ്രദേശങ്ങളും വ്യത്യസ്ത തരത്തിലുള്ള സസ്യജന്തുജാലങ്ങൾക്ക് ആവാസ വ്യവസ്ഥ ഒരുക്കുന്നു. കാർഷിക കുടിയേറ്റ ആദിവാസി ഗോത്ര വിഭാഗ പൈതൃകങ്ങൾ കുടികൊള്ളുന്ന സ്ഥലമാണ് അഞ്ചുരുളി. ഉരുളി കമഴ്ത്തിയ രൂപത്തിലുള്ള 5 മലകൾ ഈ ജലാശയത്തിൽ നിരയായി കാണപ്പെടുന്നതിനാൽ ആദിവാസികൾ വിളിച്ച പേരാണ് അഞ്ചുരുളി. അഞ്ചുരുളിയിലെ ഏറ്റവും വലിയ ആകർഷണീയത ഈ ടണലാണ്. ഇരട്ടയാർ ഡാമിൽ ശേഖരിക്കുന്ന ജലം ഇടുക്കി ജലാശയത്തിലേക്ക് എത്തിക്കുവാനാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. 24 അടി വ്യാസവും 5.5 കിലോമീറ്റർ നീളവും ഇതിനുണ്ട്. ഇരട്ടയാർ മുതൽ അഞ്ചുരുളി വരെ ഒറ്റപ്പാറയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. 1974 മാർച്ച് 10 നിർമ്മാണം ആരംഭിച്ച് 1980 ജനുവരി 30 ഉദ്ഘാടനം ചെയ്തു. കല്യാണത്തണ്ട് മലയുടെ ഏറ്റവും ഉയരം കൂടിയ ഭാഗത്തിൻ്റെ താഴെയായിട്ടാണ് ഈ തുരങ്കം നിർമ്മിച്ചിരിക്കുന്നത്. താഴെ അഞ്ചുരുളിയിലുള്ള തുരങ്കത്തിൻ്റെ സ്ഥാനം കല്യാണത്തണ്ട് മലയുടെ മുകളിൽ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഈ ചാനലിലുള്ള നിർമ്മല സിറ്റി കല്യാണത്തണ്ട് കുരിശുമല ട്രെക്കിങ്ങിൽ ഇത് വിശദമായി ചേർത്തിട്ടുണ്ട്. ഇരട്ടയാറിനും കല്യാണത്തണ്ടിനും ഇടയ്ക്കുള്ള മഞ്ചാടിനഗർ, തുളസിപ്പാറ എന്നീ കുന്നുകളുടെ മുകളിലും
ഇരട്ടയാർ ടണൽ സൈറ്റിന് മുകളിലും ഇത്തരം അടയാള സ്തൂപങ്ങൾ കാണാം. ഈ ടണൽ കാണുവാനാണ് സഞ്ചാരികൾ അധികമായി എത്തുന്നത്. തുരങ്കത്തിൽ നിന്നും വെള്ളം കുത്തനെ താഴേക്ക് പതിക്കുന്ന ഭാഗം വളരെ ആഴമുള്ളതും അത്യന്തം അപകടകരവുമാണ്. വെള്ളമൊഴുക്കുള്ള സമയത്ത് ഇവിടെ അധികം സാഹസം കാട്ടാൻ ശ്രമിക്കരുത്. മുൻപ് വെള്ളച്ചാട്ടത്തിന് മുകളിൽ ഇരുമ്പ് വേലിയൊക്കെ സ്ഥാപിച്ചിരുന്നുവെങ്കിലും ശക്തമായ ജലപ്രവാഹത്തിൽ അതൊക്കെ തകർന്നു പോവുകയുണ്ടായി. എന്നാൽ വേനൽക്കാലത്ത് ഒഴുക്ക് കുറയുമ്പോൾ ടണൽ മുറിച്ചു കടന്ന് വനത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കും. അഞ്ചുരുളിയിലെ മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളും തുരങ്കത്തിൻ്റെ പരുക്കൻ സൗന്ദര്യവുമൊക്കെ നിരവധി സിനിമകളുടെ പശ്ചാത്തലമായിട്ടുണ്ട്. ആൽബങ്ങളുടെയും വെബ് സിനിമകളുടെയും ഒക്കെ സുന്ദരമായ ലൊക്കേഷൻ കൂടിയാണ് അഞ്ചുരുളി. ഇടുക്കി ഡാം നിർമ്മിക്കുന്നതിന് മുമ്പ് നിബിഡമായ വനങ്ങളും ചെറു അരുവികളും മലകളും നിറഞ്ഞ പ്രകൃതി രമണീയമായ ഒരു മലയോര പ്രദേശമായിരുന്നു അഞ്ചുരുളി. ഇവിടെ താമസിച്ചിരുന്ന ആദിവാസികൾ പ്രകൃതിയുമായി ഇഴചേർന്ന് ജീവിച്ചിരുന്നു. സുഗന്ധവ്യഞ്ജനങ്ങളും മറ്റു വിളകളുമൊക്കെ കൃഷി ചെയ്ത് ഈ ആളുകൾ ശാന്തമായ ജീവിതം നയിച്ചിരുന്നു. ഇടുക്കി ഡാമിൻ്റെ നിർമ്മാണം ജനജീവിതത്തിലും അഞ്ചുരുളിയുടെ ഭൂമിശാസ്ത്രത്തിലും വലിയ മാറ്റങ്ങൾ വരുത്തി. ഇടുക്കി ജില്ലയിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് ഇന്ന് അഞ്ചുരുളി. അവധി ദിവസങ്ങൾ ആഘോഷമാക്കുന്നതിനും സായാഹ്നങ്ങൾ ചെലവഴിക്കുന്നതിനുമൊക്കെ ധാരാളം ആളുകൾ ഇവിടം സന്ദർശിക്കുന്നു. ആധുനിക നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും ഇവിടെ നടത്തിയിട്ടില്ലാത്തതിനാൽ സ്വാഭാവിക പ്രകൃതി സൗന്ദര്യം ഇവിടെ ആസ്വദിക്കാം. വനയാത്രകളും മീൻപിടുത്തവും ട്രക്കിങ്ങുമൊക്കെ നടത്തുവാൻ അനുയോജ്യമാണ് ഇവിടം. കല്യാണത്തണ്ട് ക്ഷേത്രം മുതൽ നിർമ്മല സിറ്റി, കൗന്തി, കാൽവരി മൗണ്ട് തുടങ്ങി അഞ്ചുരുളി മലമുകളിലൂടെ നടത്തിയ നിരവധി ട്രക്കിങ്ങുകളുടെ വീഡിയോകൾ ഈ ചാനലിൽ ചേർത്തിട്ടുണ്ട്. ഇടുക്കി റിസർവോയറിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയകളായ അയ്യപ്പൻ കോവിൽ, വെള്ളിലാം കണ്ടം തുടങ്ങിയ സ്ഥലങ്ങളുടെ വീഡിയോയും അഞ്ചുരുളിയോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഇരട്ടയാർ ഡാം, അഞ്ചുരുളി മുനമ്പ്, ആദിവാസി കോളനികൾ തുടങ്ങി റിസർവോയറിൻ്റെ പടിഞ്ഞാറേ അറ്റത്തായി ജലാശയം റോഡിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന കിളിവള്ളി, കുളമാവ് ഭാഗങ്ങളുടെ വീഡിയോയും നിങ്ങൾക്ക് ഈ ചാനലിൽ കാണാം. ധാരാളം ടൂറിസ്റ്റ് വാഹനങ്ങളാണ് ദിനം പ്രതി ഇവിടെ എത്തുന്നത്. കുട്ടിക്കാനം കട്ടപ്പന റൂട്ടിൽ കാഞ്ചിയാർ കക്കാട്ടുകട ജംഗ്ഷനിൽ നിന്നുമാണ് അഞ്ചുരുളിയിലേക്കുള്ള റോഡ് ആരംഭിക്കുന്നത്. ഈ 3.5 കിലോമീറ്റർ റോഡ് മിക്കവാറും വനത്തിനുള്ളിലൂടെ തന്നെയാണ് പോകുന്നത്. ലഘുഭക്ഷണശാലകളൊക്കെ ഇവിടെയുണ്ട്. ആളുകൾ ചെറു സംഘങ്ങളായും കൂട്ടമായുമൊക്കെ വന്നു തുടങ്ങിയിരിക്കുന്നു. രാവിലത്തെ മൂടൽ മഞ്ഞ് ഇതുവരെ മാറിയിട്ടില്ല. പാലായിൽ നിന്നും വന്ന സഫലം 55+ എന്ന സംഘടനയിലെ ആളുകളെ പരിചയപ്പെട്ടു. കേരളത്തിലെ ഏറ്റവും വലിയ ഒരു സാംസ്കാരിക കൂട്ടായ്മകളിൽ ഒന്നാണ് പാലായിലെ സഫലം 55+ എന്ന സംഘടന. 55 വയസ്സ് കഴിഞ്ഞവരുടെ സംഘടനയാണത്. എങ്ങനെ സന്തോഷത്തോടെ പ്രായമാകാം എന്നതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. ഈ ഗ്രൂപ്പിൽ 500ഓളം മെമ്പർമാരുണ്ട്. അത് സമൂഹത്തിൻ്റെ എല്ലാ വിഭാഗത്തിൽ നിന്നുള്ളവരാണ്. അതിൽ റിട്ടയേർഡ് വൈസ് ചാൻസലർമാരുണ്ട്, റിട്ടയേർഡ് IG-മാരുണ്ട്, IPS, IAS തലങ്ങളിൽ പ്രവർത്തിക്കുന്നവർ, അതുപോലെ തന്നെ വിരമിച്ചവർ, പിന്നീട് ബാങ്ക് മാനേജർമാർ, കൃഷിക്കാർ, പിന്നെ നിയമജ്ഞർ, സാധാരണക്കാർ, ബിസിനസ്സുകാർ, എല്ലാ വിഭാഗക്കാരുമുണ്ട്. പാലായാണ് കേന്ദ്രം. പല സ്ഥലങ്ങളിൽ ഇതിൻ്റെ ബ്രാഞ്ചസ് ഉണ്ട്. ഞങ്ങൾ പല മേഖലകളിലാണ് പ്രവർത്തിക്കുന്നത്. സാഹിത്യ സെമിനാറുകൾ, പിന്നീട് സംഗീതം, യാത്രകൾ. ഇപ്പോൾ ഞങ്ങളുടെ നേതൃത്വത്തിൽ തന്നെ
2020 കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു കണക്ക് ഏതാണ്ട് പറയും 43ാമത്തെ യാത്രയാണ് ഇപ്പോൾ നടക്കുന്നത്. അങ്ങനെ വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എങ്ങനെ സന്തോഷത്തോടെ പ്രായമാകാം എന്നതാണ് അവരുടെ മോട്ടോ. സന്തോഷപൂർവ്വം നമുക്ക് വേണ്ടി ഒരു സംഗീത പരിപാടിയും അവർ ചേർന്ന് അവതരിപ്പിച്ചു. മലയാളി പെണ്ണാണു നീ, ഒരു മലയാളി പെണ്ണാണു നീ. പൊന്നലകൾ പൊന്നലകൾ ഞൊറിഞ്ഞുടത്ത് പോകാനൊരുങ്ങുകയാണല്ലോ. പൊന്നലകൾ പൊന്നലകൾ ഞൊറിഞ്ഞുടത്ത് പോകാനൊരുങ്ങുകയാണല്ലോ. മലയാറ്റൂർ പള്ളി പെരുന്നാള് കൂടണം, ശിവരാത്രി കാണണം നീ, ആലുവ ശിവരാത്രി കാണണം നീ. ഇവരുടെ പാട്ട് കേട്ടപ്പോൾ എനിക്കും ആലുവ ശിവരാത്രി കാണണമെന്ന് തോന്നി. ആലുവ ശിവരാത്രിയുടെ വിശദമായ വീഡിയോ ഈ ചാനലിൽ നിങ്ങൾക്കും കാണാം. അഞ്ചുരുളി മുതൽ ഇടുക്കി ചെറുതോണി വരെ ഈ തടാകം നേർരേഖയിൽ വളരെ വിശാലമായി വ്യാപിച്ചു കിടക്കുന്നു. മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് ഒഴുകി വരുന്ന പുഴ അഞ്ചുരുളിയുമായി സംഗമിക്കുന്ന മനോഹര ദൃശ്യം കൗന്തി എന്ന ട്രെക്കിംഗ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കട്ടപ്പനയാറിലെ വെള്ളവും അഞ്ചുരുളിയിലേക്ക് വന്നു ചേരുന്നു. ആ സ്ഥലത്തേക്ക് നമുക്കൊന്ന് പോയി വരാം. ഇടുക്കി ജലാശയത്തിൽ വെള്ളം പൂർണ്ണമായി നിറയുമ്പോൾ കടൽ മുഖത്ത് വരെ വെള്ളം കയറും. വെള്ളം നന്നായി ഒഴുകുന്ന സമയത്ത് തുരങ്കത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. എന്നാൽ വേനൽക്കാലത്ത് നീരൊഴുക്ക് കുറയുമ്പോൾ ഈ തുരങ്കത്തിലൂടെ ദീർഘദൂരം സഞ്ചരിക്കാം. അഞ്ചുരുളി ടണൽ മുഖത്തു നിന്ന് നോക്കുമ്പോൾ അങ്ങകലെ 5.5 കിലോമീറ്റർ അപ്പുറത്ത് ഇരട്ടയാർ ടണൽ മുഖം വൃത്താകാരത്തിൽ ഒരു ചന്ദ്രനെ പോലെ കാണുവാൻ കഴിയും. നേർരേഖയിലാണ് ഈ തുരങ്കം. ടണലിൻ്റെ നിർമ്മാണത്തിനിടെ 22 പേരോളം മരിച്ചതായാണ് ഔദ്യോഗിക കണക്ക്. കുത്തനെയുള്ള ചരിവുകളും മുളം കുറ്റികളുമൊക്കെ ഉള്ളതിനാൽ അഞ്ചുരുളി ജലാശയത്തിൽ ഇറങ്ങാൻ ശ്രമിക്കരുത്. വന്യമൃഗങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവാം എന്നതിനാൽ വനത്തിനുള്ളിലൂടെ തനിയെ നടക്കുവാനും ശ്രമിക്കരുത്. ഡാമിൽ വെള്ളം നിറയ്ക്കുന്നതിന് മുമ്പ് ഇവിടെ താമസിച്ചിരുന്ന ആദിവാസി വിഭാഗങ്ങളുടെ പിന്മുറക്കാർ ഈ വനത്തിനുള്ളിൽ ഇപ്പോഴും താമസിക്കുന്നുണ്ട്. അങ്ങോട്ടുള്ള യാത്രയുടെ വിശദമായ വീഡിയോയും ഈ ചാനലിൽ കാണാവുന്നതാണ്. കല്യാണത്തണ്ട് മലനിരകളിൽ നിന്നുള്ള അഞ്ചുരുളിയുടെ ദൃശ്യങ്ങളാണ് ഏറ്റവും മനോഹരം. നമ്മുടെ വിവിധ ട്രെക്കിങ്ങുകളിൽ നിങ്ങൾക്കിവ കാണാം. ഈ വീഡിയോകൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക.